നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവൾ. ഒന്നും പറയാനില്ല. കഞ്ചാവ് മുത്ത ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ ആരെയും ദോഷമൊന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നുണ്ടൊന്നും പറയുന്നില്ല. നീ ആണോടി മയിരെ എനിക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്തത്? എപ്പോഴടി മയിരെത്തി? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് ഹെഡ്സെറ്റ് വെക്കണം. അത്രയും തെറിയാണ് ഈ പറയുന്ന നാഗ വിളിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളാരും ഈ വീഡിയോ കാണരുത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ വീഡിയോ വന്നത് ഈ ഒരു ഐഡിയിൽ നിന്നാണ്, ഇൻസ്റ്റഗ്രാം ഈ ഒരു ഐഡിയിൽ നിന്നാണ് വന്നത്. പിന്നെ ചെറിയൊരു സംശയമുണ്ട് എനിക്ക് പേഴ്സണലി. അതായത് ഇത് നാഗയുടെ അക്കൗണ്ടിൽ ഈ ഒരു വീഡിയോ ഇല്ല, ഇൻസ്റ്റഗ്രാമിൽ നല്ലോണം പരക്കുന്നുണ്ട്. അതായത് ഷെഫീന ബീവിക്ക് ഇങ്ങനെയുള്ള മറുപടി നാഗ കൊടുത്തു എന്ന്. ചിലപ്പോൾ ആരെങ്കിലും എഡിറ്റ് ചെയ്ത വീഡിയോ ആയിരിക്കും. അതായത് മുമ്പ് ഷെഫീന ബീബിയും നാഗയും ഏറ്റുമുട്ടിയിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോ എടുത്തിട്ട് നിലവിൽ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ സത്യമായിരിക്കും, അല്ലെങ്കിൽ സത്യമല്ലാതായിരിക്കും. അതായത് മഞ്ജു പിള്ളയുടെ മകളുടെ ആ ഒരു വൈറൽ പോസ്റ്റിന്റെ വിവാദം തീരുന്നില്ല പൊന്നു പ്രേക്ഷകരെ. ഓരോരുത്തരായിട്ട് രംഗത്ത് വന്നിട്ട് അവരവരുടെ അഭിപ്രായം പറയുകയാണ് പൊന്നു മനുഷ്യന്മാരെ. ഒരൊറ്റ കാര്യം പറയാം, അതായത് ഷെഫീന ബീവിക്കാണ് ഇവിടെ നീതി കിട്ടാത്തത്. ഈ പറയുന്ന നാഗ എന്ന് പറയുന്ന ഒരു ചേച്ചി ഷെഫീന ബീവിക്ക് വളരെ വളരെ മോശമായ ഭാഷയിൽ ഒരു മറുപടി കൊടുക്കുകയാണ്. വളരെ മോശമായ ഭാഷയിൽ. അത് ഞാൻ വെച്ചു തരാം. അതിനെടുത്ത് റിയാക്ട് ചെയ്യാൻ ആരുമില്ല. ഷെഫീന ബീവിയും ഒരു പെണ്ണല്ലേ. അപ്പോൾ ഷെഫീന ബീവിയെ ഒരു പെണ്ണിനെയും പറയാൻ പറ്റാത്ത രീതിയിൽ പച്ച തെറി വിളിച്ചിട്ട് നാഗ എന്ന ഒരു ചേച്ചി വന്നിട്ട് പറയുമ്പോൾ അത് തെറ്റെന്ന് പറയാൻ ആരുമില്ല. റന ഫാത്തിമയില്ല തുടങ്ങിയ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആരുമില്ല. അവരൊക്കെ പറയുന്നത് ഷെഫീന ബീവിയെ വിളിച്ചത് ശരിയാണ്. അതായത് ഈ പറയുന്ന നാഗ ഷെഫീന ബീവിയെ എം ഉപയോഗിച്ച്, ഞാനത് ആ ഒരു വാക്ക് പറയുന്നില്ല, ആ ഒരു വാക്ക് പറഞ്ഞത് ശരി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് എവിടത്തെ ന്യായമാണ്? അപ്പോൾ ഷെഫീന ബീവി ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കും മക്കളെ എന്ന് പറയുന്നത് തെറ്റും. നേരെ മറിച്ചിട്ട് ഷെഫീന ബീവിയെ ആർക്കും എന്തും പറയാം, അങ്ങനെയായോ? അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, ഷെഫീന ബീവിയെ ഇഷ്ടമുള്ള എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം. നമുക്ക് ഒന്നൊന്നായിട്ട് കേട്ടിട്ട് അതിനുള്ള മറുപടി കൊടുക്കാം. ഓക്കെ, നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. എവിടെയും കാണാൻ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. നിന്റെ അടുത്ത് തെണ്ടാൻ വന്നോടി പട്ടി പൊലയാരി പുണ്ട പൂറി മോളെ. ഷെബീന ബിബി തെറിയുത്താത്ത എന്ന് പറയുന്ന ആ കഴിവേറുടെ മോളെ നിനക്ക് ഇത് തന്നെ ഞാൻ തരും. കാരണം അടച്ചിട്ട മുറുക്കി അതിരുന്ന് തോന്നിയാസം പറയുമ്പോഴേ ആലോചിക്കണം ഇതാരെയാണ് എന്തുവാണ് പറയുന്നതെന്ന്. നിന്റെ രണ്ട് കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ. ഓക്കെ, ബാക്കി വെച്ച് തരാം പൊന്നു പ്രേക്ഷകരെ. എന്തൊക്കെയാണ് നാഗ എന്ന് പറയുന്ന ഒരു ചേച്ചി പറയുന്നത്? ഒരു സ്ത്രീയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടല്ലേ പറയുന്നത്? പച്ച തെറിയല്ലേ വിളിച്ചത്? നേരെ മറിച്ചിട്ട് മഞ്ജു പിള്ളയുടെ മകളോട് ഷെഫീന ബീവി പറഞ്ഞത് അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കണ്ട, പറഞ്ഞ വാക്ക് ഇത്തിരി കട്ടിയായി പോയിന്ന് മാത്രം. ഇവിടെ നാഗ എന്ന് പറയുന്ന ഈ ഒരു ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അപ്പൊ ഇതൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. എല്ലാവരും അതിന് താഴെ നാഗ ചേച്ചി നിങ്ങൾ തീയാണ്, നിങ്ങൾ പൊളിയാണ്, നിങ്ങൾ മറിച്ചതാണ്, ഞങ്ങൾക്ക് ഊരി കാണിക്കാനാണ് ഇഷ്ടം, അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ നിലവിലുള്ള പെൺകുട്ടികൾ കമന്റ് ഇടുകയാണ്. പൊന്നു പെൺകുട്ടികളെ, നിങ്ങൾ കമന്റ് ഇട്ടോളൂ. ഒരു കാര്യം പറയാം, നിങ്ങൾക്കൊരു ദുരന്തം വരുമ്പോൾ ആരും ഉണ്ടാവത്തില്ല. ദൈവം തരുന്ന ആയുസ് കൂടിപ്പോയാൽ ചിലപ്പോൾ 10, 60, 70 വർഷം നമ്മൾ ജീവിക്കും. കൂടിപ്പോയാ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷെഫീന ബീവി അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഊരി കാണിച്ചിട്ട് ഒന്നും ധരിക്കാതെ നടക്കുന്നെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ബാക്കിയും കൂടി കേൾക്കാം. നിന്റെ കൂതിയിലോട്ട് ഞാൻ വന്നോടി മയിലേ? ഇല്ല. നിന്നെ 10 തെറി പറഞ്ഞാൽ എനിക്ക് പുണ്യമേ ആളുകൾ തരുള്ളൂ. ഈ തത്സമയം ഇനി നന്നായിട്ട് കിടന്നോടും, എല്ലാവർക്കും ഇഷ്ടമാണ്. നിന്നെ ആർക്ക് വേണം? കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. എന്തെങ്കിലും മൈര്യത്തരം അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. നിന്റെ കൂതി ഇരുന്നങ്ങ് പൊളക്കു വന്നോടി മൈര്യത്തി. നിനക്ക് എത്ര പേരുടെ ശാപം കിട്ടിയിട്ടുണ്ട്? എന്തൊക്കെയാ പറയുന്നത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ? ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനെ കുറിച്ചിട്ട് എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു മറ്റേ കാണാൻ കൊള്ളത്തില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണാടി നോക്കിയിട്ട് ഒന്ന് റിയാക്ട് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, ഞാൻ കളിയാക്കിയതല്ല പൊന്നു പ്രേക്ഷകരെ, പറയേണ്ടത് പറയണം. എന്തൊക്കെയാ എൻ്റെ പൊന്നു മനുഷ്യന്മാർ നമ്മൾ ഈ കേൾക്കുന്നത്? ഇതിനെ പ്രതികരിക്കാൻ ഒരു വ്ളോഗർമാരും ഒരു ഇൻസ്റ്റഗ്രാം റീൽ ക്രിയേറ്ററും ഇല്ല എന്നതാണ് ഞാൻ ഷോക്കായത്. ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കും മക്കളെ എന്ന് പറയുമ്പോൾ എത്ര പേരാണ് ഷെഫീന ബീവിയെ പഞ്ഞിക്കിട്ടത്?
ബാക്കിയും കൂടി കേൾക്കാം. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം നിന്നെ ഇട്ട് തെറി വിളിച്ച് കൊല്ലുക. എൻ്റെ കൂടെ ശാപം നീ വാങ്ങിച്ചു. മയിലെത്തി തെറിയതാത്ത എന്ന് പറഞ്ഞ ഷെബീന ബീബി കുണ്ടത്തി പൂറി പോളെ. നീ ഒരു പെണ്ണാന്നോടി? ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ബാക്കി വെച്ചു തരാം. ഇതിന് താഴെ വരുന്ന കമന്റ്, നാഗച്ചേച്ചി നിങ്ങൾ വലിയൊരു തീയാണ്, നാഗച്ചേച്ചി ദൈവമാണ് കൊണ്ടുവന്നത്, നാഗച്ചേച്ചി ഭയങ്കര സംഭവമാണെന്നാണ് എല്ലാ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾ കമന്റ് ഇടുന്നു. അതിനുശേഷം വലിയ വലിയ ഇൻഫ്ലുവൻസർമാർ, റന ഫാത്തിമയെ പോലെയുള്ള ഇൻഫ്ലുവൻസർമാർ ഇതിനെതിരായ കമന്റ് ഇടുകയാണ്. നാണമുണ്ടോ, ഉളുപ്പുണ്ടോ? ഷെഫീന ബീവി ഇത്തിരി നല്ല ഡ്രസ്സ് ധരിക്കുന്ന പറഞ്ഞ് ഇത്ര നിങ്ങൾക്ക് കൊണ്ടു. ഇവിടെ ഷെഫീന ബീവിയെ എന്തൊക്കെ വൃത്തികേടാണ് പറയുന്നത്. ഒരു പെണ്ണും നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത കാര്യമല്ല ഈ നാഗ എന്ന ഈ സ്ത്രീ പറയുന്നത്. ഇതിനെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ഒന്നും പറയാനില്ല. കഞ്ചാവ് മുത്ത ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ ആരെയും ദോഷമൊന്നും ചെയ്യാതെ ഒരു മൂലയ്ക്ക് കുത്തിയിരിക്കുന്നുണ്ടൊന്നും പറയുന്നില്ല. നീ ആണോടി മയിരെ എനിക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്തത്? എപ്പോഴടി മയിരെത്തി? ഒരു കാര്യം പറയാം, നാഗ എന്ന ഈ സ്ത്രീ കഞ്ചാവ് വലിക്കുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവരുടെ വർത്താനം കേൾക്കുമ്പോൾ ആരായാലും, സാധാരണക്കാരായ ആരായാലും ചോദിച്ചു പോകും. അതിലൊരു തെറ്റുമില്ല. ബാക്കിയും കൂടി കേൾക്കാം. കഞ്ചാവ് നീ എനിക്ക് കൊണ്ടുവന്നത് ഷെബീന ബീബി എടി മയിരെത്തി. അവള് മറ്റുള്ളവരുടെ ആണത്വം പെണ്ണത്വം അളക്കാൻ നടക്കുക. എന്നാൽ അവൾ ഏത് കോലത്തിലായിരിക്കുന്നത്? നാഗ എന്ന സ്ത്രീയോട് ഒരു കാര്യം പറയാം. നാഗ എന്ന സ്ത്രീയെ എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? അതായത് ഷെഫീന ബീവിയുടെ കോണ്ടന്റ് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അതായത് ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ സംസാരിക്കുന്നത്, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, നാളെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്ത്രീകളെ നിങ്ങൾ കാണിച്ചു നടക്കും, അതാണ് ട്രെൻഡിങ്, 2026 എന്തിന് വസ്ത്രം ധരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എനിക്കാവും. ലൈക്കോടെ ലൈക്കായിരിക്കും. പൊളിക്ക പൊളിച്ചേട്ടാ, നിങ്ങൾ ഭയങ്കര സംഭവമാണ്, ഞങ്ങൾ നാളെ മുതൽ ഒരു ഡ്രസ്സും ധരിക്കുന്നില്ല, ഞങ്ങൾക്ക് കാണിച്ചു നടക്കാനാണ് ഇഷ്ടമെന്ന് ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എന്ന് വളരെ വളരെ കഷ്ടം പൊന്നു പെൺകുട്ടികളെ. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. മുടിയും വെട്ടിക്കളഞ്ഞ് ഷെബീന ബീബി എന്നൊരു പേര് വിട്ട് ഒരു ഊമ്പി പേരും നാഗച്ചേച്ചി. എൻ്റെ തള്ളയുടെ കൂടി കൂടെ അല്ല ഞാൻ ഇറങ്ങി വന്നത്. എൻ്റെ പേര് ഗുരു ദിവ്യ നാഗ സൈരന്ത്രി ദേവി എന്നാണ്. നാഗച്ചേച്ചി, നീ എന്താ എന്നെ ചേച്ചി എന്ന് വിളിച്ച് ഒരു ചെറുപ്പക്കാരിയാവാന്നോട് ഷെബീന ബീബി മയിലെത്തി. ഇനിയിപ്പോ നമ്മൾ എന്താ വിളിക്കുന്നത്? നാഗ എന്ന അനിയത്തി എന്ന് വിളിക്കാം. നാഗ എന്ന അനിയത്തി ഇവിടെ പറയുന്നത് അനിയത്തിക്ക് വയസ്സായിട്ടില്ല എന്നാണ്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ചേച്ചിമാരെ ചേച്ചി എന്നല്ലാതെ നമുക്ക് വേറെ എന്ത് വിളിക്കാൻ പറ്റും? ഇത് വളരെ വളരെ കഷ്ടമാണ് എൻ്റെ പൊന്നും. മുതുക്കി മുതുക്കി പേട്ട് മുതുക്കി നാഗത്തേട്ട് അവിടെ തളയുടെ കൂടിക്കത്തിന്ന് ഞാൻ ഇറങ്ങിയത്. നീ എൻ്റെ ചേച്ചിയോ? നിന്റെ ചേച്ചിയാണോടി ഞാൻ. എൻ്റെ പേര് ഗുരു ദിവ്യ നാഗ സൈരന്ത്രി ദേവി എന്നാണ്. ഞാൻ കംപ്ലീറ്റ് കുടിക്കും. ഞാൻ ഏതറ്റം വരെ, നീ ഏതറ്റം വരെ പോകും മയിരെ. കാലിൻ്റെ ഇടയിൽ കിടക്കുന്നത് തൂങ്ങിക്കിടക്കുന്നതാണോ ഒട്ടിപ്പിടിച്ചതാണോ എന്ന് നോക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ തോറും. ഓക്കെ, ബാക്കി വെച്ച് തരാം. നമ്മുടെ ലാലേട്ടനോടും ബിഗ് ബോസ് ടീമിനോടും ഒരു കാര്യം പറയാം. ഞാൻ കുറെ പ്രഡിക്ഷൻ കണ്ടു. ഈ നാഗ എന്ന് പറയുന്ന സ്ത്രീ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് എന്നാണ്. പൊന്നു ലാലേട്ട, പൊന്നു ബിഗ് ബോസേ, ഈ സ്ത്രീ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാർ ബിഗ് ബോസ് എന്ന ഷോ കാണത്തില്ല. ഇവരവിടെ പോയി ഉപയോഗിച്ചിട്ടുള്ള ആ വൃത്തികേട് സംസാരിച്ചാൽ എന്താവും അവസ്ഥ? ബിഗ് ബോസിന് നമ്മൾ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ്. എന്തില്ലെങ്കിലും ഒരു 3 മാസം എന്റർടൈൻമെന്റ് നല്ല ഷോയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾ അതിൻ്റെ അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പോകുന്ന ബാക്കി കണ്ടസ്റ്റന്റിന്റെ ജീവിതം ഇല്ലാതാവുമെന്ന് ഞാൻ പറയാം. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. കംപ്ലൈന്റ് ചെയ്ത് നടക്കുന്നു. എന്ത് മൈര പെണ്ണ നീ? നിനക്ക് നാണോമാനോ ഉണ്ടോ? നീ ആരും നിന്റെ കാലിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സാമാനം ഏത് തലത്തിലുള്ളതാണെങ്കിൽ നന്നായിട്ടൊന്ന് നോക്ക് നീ. എന്തൊരു വൃത്തികേടാണല്ലേ പറയുന്നത്. ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാവോ? വളരെ വളരെ കഷ്ടം. നമ്മുടെ സമൂഹം ഇതിന് താഴെ കമന്റ് ഇടുന്നത്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ചോക്ലേറ്റ് ഗേള് മറ്റേ ഗേൾ എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിന്ന് നാഗച്ചേച്ചി നിങ്ങൾ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് എന്താ അല്ലേ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഷെഫീന ബീവി മഞ്ജു പിള്ളയുടെ മകളോട് ഇത്തിരി സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു, ശരി തന്നെയാണ്. മോശമായിട്ട് എന്തെങ്കിലും ഷെഫീന ബീവി സംസാരിച്ചോ? ഇവിടെ ഈ ഒരു സ്ത്രീ ഷെഫീന ബീവിയെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ പറയുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. നിന്റെ മുടിയെല്ലാം കണ്ടിച്ചു കളഞ്ഞു. അവർക്ക് ഇപ്പോൾ നിന്റെ പേരിലും കേസ് കൊടുക്കണമല്ലോ. ഒരു വസ്ത്രം പെണ്ണിൻ്റെതെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ഇട്ട് ആണിന്റെ കൂട്ട് മുടിയും വെട്ടി നടക്കുന്ന ഇവളെ ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ നാഗ എന്ന സ്ത്രീയോട് ഒരു കാര്യം പറയാം. നമുക്ക് മുടി എങ്ങനെ, ഇപ്പൊ ഞാനിങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള താടി ഇങ്ങനെ സെറ്റാക്കാനാണ്, മുടി ഇങ്ങനെ വെക്കാൻ, അതിനൊക്കെ ചോദ്യം ചെയ്യാൻ ആരാ?
ഇവിടെ ഈ പറയുന്ന ഷെഫീന ബീവി പറഞ്ഞത് ഡ്രസ്, ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്, ഇത് കാണുന്ന ഈ പറയുന്ന നാഗയെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവരുടെ തലയിൽ പൊട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ പൊന്നു പ്രേക്ഷകരെ ഇപ്പോൾ ഒരൊറ്റ കാര്യം ഞാൻ പറയും. ഇപ്പോൾ 2 സ്ത്രീകൾ റോഡിലൂടെ നടന്നു പോരുന്നുണ്ട്. നിങ്ങൾ സങ്കല്പിക്കൂ, ഒരു സ്ത്രീ മഞ്ജു പിള്ളയുടെ ആ ഒരു മകൾ ധരിച്ച പോലെ ഡ്രസ്സ്, മറ്റൊരു സ്ത്രീ ഒരു ചൂടിദാർ. എല്ലാവരും ആരെയാണ് നോക്കുന്നത്? മഞ്ജു പിള്ളയുടെ മകളെ പോലെ ധരിച്ച് അവരല്ലേ നോക്കുന്നത്. അപ്പോൾ പൊന്നു ഈ പറയുന്ന നാഗ ചേച്ചിയോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, ഡ്രസ്സിന്റെ കാര്യത്തിൽ ഷെഫീന ബീവി ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഷെഫീന ബീവിയെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളാണ് ഇവിടെ യഥാർത്ഥത്തിൽ മോശക്കാരിയായിട്ടുള്ള സ്ത്രീ. നാഗ എന്ന സ്ത്രീ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ബാക്കിയും കൂടി കേൾക്കാം. ഒരാള് മുടി ഇങ്ങനെ വെട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരാൻ്റെ പൊതുസമൂഹത്തിൽ മുടി വെട്ടി നടക്കുന്നത്, ഞാൻ കംപ്ലൈന്റ് എഴുതാൻ പോവാ പോലീസ് സ്റ്റേഷനിലേക്ക്. ഇല്ല ആള് ഇല്ല പൊന്നാള് മുടിയും വെട്ടി നടക്കുന്നു, എനിക്കത് തയ്ക്കാൻ പറ്റുന്നില്ല, ഞാൻ ഏതറ്റവും വരെയും പോകും എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ. നിന്നെപ്പോലുള്ള മന്ദബുദ്ധിയല്ല ഞാൻ. ഇനി എന്താ ചെയ്യേണ്ടതെന്നല്ലേ ധ്യാനിക്കണം. ഒരിടത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരുന്ന് നീ നീ ചെയ്ത് കൂട്ടിയത് ഓരോന്നും ഞാനാണ്, എൻ്റെ ചിന്തയായിരുന്നു അതൊക്കെ. നാഗ എന്ന സ്ത്രീക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ പൊരിക്കേണ്ടത് നാഗ എന്ന സ്ത്രീയാണ്. അവരാണ് മോശമായിട്ടുള്ള വാക്ക് പറഞ്ഞത്. ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. വളരെ വളരെ മോശം. ബാക്കിയും കൂടി കേൾക്കാം. എൻ്റെ ചിന്തയായിരുന്നു, ഞാനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് യൂട്യൂബ് ചാനലിലേക്ക് ഇട്ടത് ഓരോ മനുഷ്യരെ പറ്റി. ഞാൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല. നീ സ്വയം ചിന്തിക്കണം. അത് തലമുറയൊക്കെ ഉണ്ടോ? ഓട്ടയുള്ള യോനിയുണ്ടോ? അത് മാത്രം നോക്കി ജീവിക്കാൻ നോക്കൂ. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, നാഗ എന്ന സ്ത്രീ എന്തൊക്കെയോ വൃത്തികേട് പറയുന്നുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഒരൊറ്റ കാര്യം പറയാം. +1 +2 പഠിക്കുന്ന പെൺകുട്ടികളോടും ഡിഗ്രിയിൽ പഠിക്കുന്ന പെൺകുട്ടികളോടും ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട്, അവരുടെ മാതാപിതാക്കളോടും ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പൊന്നു പ്രേക്ഷകരെ, പൊന്നു ഈ പറയുന്ന +1 +2 പഠിക്കുന്ന പെങ്ങന്മാരെ, നിങ്ങളെ ജീവിതം, നിങ്ങളൊന്ന് റിപ്പോർട്ടർ ചാനൽ ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യലുണ്ട്, ഓരോ പോസ്റ്റ്. ആ പോസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അത് എത്ര സ്ത്രീകളാണ് ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യുന്നത്. 14 വയസ്സുകാരി, 15 വയസ്സുകാരി, 19കാരി എന്തിന് ആത്മഹത്യ ചെയ്യുന്നു അല്ലേ? നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ അരിഞ്ഞാടി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ ആണുങ്ങൾ, എല്ലാ ആണുങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, ചില വൃത്തികെട്ടവന്മാർ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തൊക്കെയോ കമ്പനി ആവുന്നുണ്ട്, അതിനുശേഷം നിങ്ങൾ റൂം എടുക്കുന്നുണ്ട്. ആ വരുന്ന ആണ് നിങ്ങളെ നല്ല രീതിയിൽ മുതലാക്കിയിട്ട് അവന് അതിനെ വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടോ 2 ദിവസം കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ അതായത് ഈ പറയുന്ന സ്ത്രീയോട് പറയുകയാണ്, എൻ്റെ ഫ്രണ്ടിനും നീ വന്ന് കിടക്കണം, ഇല്ലെങ്കിൽ 10 ലക്ഷം തരണം, 5 ലക്ഷം തരണം. ഇങ്ങനെ അവസാനം ബ്ലാക്ക് മെയിൽ ചെയ്ത് അവസാന നിമിഷം ആത്മഹത്യ ചെയ്യുന്നില്ലേ നിങ്ങൾ? നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഷെഫീന ബീബി അങ്ങനെ പറഞ്ഞത്. അങ്ങനെയുള്ള പോസ്റ്റ് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കാം, എങ്ങനെയുള്ള ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. പൊന്നു പ്രേക്ഷകരെ, ഒരൊറ്റ കാര്യം പറയാം, നിങ്ങളെ ജീവിതത്തിൽ നമുക്ക് ഇതൊരു, അതായത് കൂടിപ്പോയാൽ 60-70 വർഷമാണ് നമ്മൾ ജീവിക്കുന്നത്. അടിച്ചു പൊളിച്ച് ജീവിക്കാം. എന്തിന് 5 മിനിറ്റിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടും 2 മിനിറ്റ്സ് ഞാൻ വൈറലാവട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങളെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കുന്നു. പൊന്നു പ്രേക്ഷകരെ, അമ്മമാരോട് ഒരൊറ്റ കാര്യം പറയാം, നിങ്ങളെ കുട്ടികൾ ഫോൺ ഉപയോഗിക്കണം, അതൊക്കെ ചെയ്യണം, അതൊന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെ കുട്ടികൾ ഹോസ്റ്റലിലും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആഴ്ചയിൽ 1 പ്രാവശ്യമോ ആഴ്ചയിൽ 2 പ്രാവശ്യമോ ഒന്ന് പോയി അന്വേഷിക്കണം പൊന്നമ്മമാർ, അവരുടെ അവസ്ഥ എന്തെന്ന്. അതായത് ഓപ്പറേഷൻ തുഫാനിൻ്റെ ഞാൻ ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എത്ര പെൺകുട്ടികളെ 14, 15, 16 വയസ്സായ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് 2 കിലോ 3 കിലോ കഞ്ചാവും MDMA കൂടി പിടികൂടുകയാണ്. പൊന്നാര പ്രേക്ഷകരെ, പൊന്നാര പെങ്ങന്മാരെ, നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഷെഫീന ബീബി വന്ന് സംസാരിക്കുന്നത്. ഇപ്പം നാഗ ഷെഫീനയൊക്കെ തെറി വിളിക്കുമ്പോൾ, നാഗ ചേച്ചി നിങ്ങൾ വലിയ സംഭവം എന്ന് പറഞ്ഞ് നിങ്ങൾ കമ്മണി ഇടണ്ട, നിങ്ങൾ തൊലഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഷെഫീന ബീബി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു പ്രേക്ഷകരെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.